സിനിമയിലേക്ക് എന്താ പറയുക, ഈ അലഞ്ഞു തിരിഞ്ഞ് നടക്കണ കൂട്ടത്തിൽ എങ്ങനെയോ സംഭവിച്ചു പോയതാണ് സിനിമ അങ്ങനൊരു മനസ്സിൽ അങ്ങനൊരു സിനിമാ നടനാകണം എന്നുള്ളൊരു അങ്ങനൊരു മുൻകൂട്ടി ഒരു പ്ലാനൊന്നും എൻ്റെ മനസ്സിലില്ലായിരുന്നു. നാടകപ്രവർത്തകനായിരുന്നു. സ്കൂൾ ഓഫ് ഡ്രാമയെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വളരെ യാദൃച്ഛികമായിട്ട് രഞ്ജിത്ത് ഏട്ടൻ്റെ ബ്ലാക്ക് എന്ന് പറയുന്നൊരു സിനിമയ്ക്ക് ആളെ ഇങ്ങനെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് അവരന്വേഷിച്ചുകൊണ്ട് നടക്കുന്ന സമയത്താണ് ആൻഡോ ജോസഫ്, നമ്മുടെ കൺട്രോളർ ആൻഡോ ചേട്ടൻ, എൻ്റെ ചേട്ടനെ വിളിച്ച് പറയുന്നു, എടാ ഇങ്ങനെ ഒരു ആളെ ആവശ്യമുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് അത് എന്നോട് പറയുന്നു, അനൂപ ഒന്ന് ഇങ്ങനെ ഒന്ന് അവിടെ വരെ ചെല്ലണമെന്ന് പറയുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ഒരു നാടകം കളിക്കുന്ന വേദിയും രഞ്ജിത്തേട്ടൻ്റെ ഈ ഷൂട്ടിംഗ് നടക്കുന്നത് ഒരേ സ്ഥലത്തായിരുന്നു. അപ്പോൾ ഞാൻ രഞ്ജിയേട്ടനെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടൊന്ന് പരിചയപ്പെടാം, കാര്യം സ്കൂൾ ഓഫ് ഡ്രാമയുടെ എക്സ് സ്റ്റുഡൻ്റ് എന്ന നിലയിൽ ഒന്ന് ചേട്ടനല്ലേ ഒന്ന് പരിചയപ്പെടണം എന്നോർത്ത് ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെല്ലുമ്പോഴാണ് എന്നോട് ചോദിക്കുന്നത്, ഇതിനകത്തൊരു വേഷമുണ്ട് ചെയ്യുന്നു. അങ്ങനെയാണ് ബ്ലാക്ക് എന്ന് പറയുന്ന പടത്തിൽ ഞാൻ അഭിനയിക്കുന്നത്. ഫസ്റ്റ് ഷോട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ ബ്ലാക്ക് എന്ന് പറയുന്ന എൻ്റെ ആദ്യത്തെ സിനിമ എന്ന് പറയുന്നത് മുടങ്ങിപ്പോയൊരു സിനിമയാണ്. അത് ടി കെ രാജീവ് കുമാറിൻ്റെ സുന്ദരി എന്ന് പറയുന്നൊരു സിനിമയാണ്. ബ്ലാക്കിലെ ഫസ്റ്റ് ഡേ എന്ന് പറഞ്ഞാൽ ഒരു ഫൈറ്റ് സീനാണ്. ഞാനിപ്പോഴും ഓർക്കണം ഫസ്റ്റ് ഡയലോഗ്, ഇനി കാരക്കാമുറി ഷൺമൂരിയുടെ വേണ്ട, ഇവിടെ ഞങ്ങൾ മതി എന്ന് പറയുന്നൊരു കൊട്ടേഷൻകാർ പറയുന്ന ഒരടി നടക്കുമ്പോൾ FICTയുടെ ഒരു മറ്റേ ബാസ്കറ്റ് ബോൾ കോർട്ടിലായിരുന്നു ആ ഷൂട്ട്. അപ്പോൾ എനിക്കെന്തായാലും എൻ്റെ സിനിമയുടെ ആദ്യത്തെ ഷോട്ട് അവിടെ ആയത് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കാര്യം അവിടുത്തെ ചോറാണ് ഞാൻ ആദ്യമായി ജീവിതത്തിൽ കഴിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. കാര്യം എൻ്റെ അമ്മ FICTയിലെ ജീവനക്കാരിയായിരുന്നു. അതുകൊണ്ട് FICT വെച്ച് തന്നെയായിരുന്നു ആ സിനിമയുടെ ഷൂട്ടിങ്ങിൻ്റെ ഫസ്റ്റ് ഡേ. മലയാളത്തിലെ പുലികളിൽ ഒരാളാണ്. അതിനേക്കാളുപരി വളരെ വ്യത്യസ്തമായ ജീവിത അനുഭവങ്ങൾ കണ്ടുപിടിക്കാൻ, ഇപ്പോൾ സ്പിരിറ്റ് എന്ന് പറയുന്നൊരു സിനിമ തന്നെ നമ്മൾ കാണുമ്പോൾ ആ ബിവറേജിൻ്റെ ക്യൂവിൽ ആൾക്കാർ പറയുന്ന വാചകങ്ങൾ ഒരുപക്ഷെ അതൊക്കെ ഇത്ര കൃത്യമായിട്ട് ഞാൻ അത്ഭുതപ്പെട്ടു പോവുകയാണ്. കാര്യം അത്രയും ഒബ്സർവേഷൻ, അപ്പോൾ അത്രയും വളരെ ഡീപ്പായിട്ട് ലൈഫിനെ ഒബ്സർവ് ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ മലയാള സിനിമയ്ക്ക് കിട്ടിയ ഒരു അനുഗ്രഹമാണ് രഞ്ജിത്ത്. നമുക്ക് നല്ല രസകരമായിട്ട്, അതായത് ഒരിക്കൽ പോലും നമ്മളോടൊരു നെഗറ്റീവ് ലുക്ക് പോലും തരാതെ വളരെ പോസിറ്റീവായിട്ട് നമ്മളെ നന്നാവണം, അവനുള്ളൊരു ശേഷിയുള്ളൊരാളാണ് അയാൾ എന്ന രീതിയിൽ അവനെ നന്നാക്കി എടുക്കണം എന്നുള്ള ഒരു സ്നേഹവും ഒരു ഇഷ്ടമൊക്കെ തന്നിട്ടുണ്ട് നമുക്ക്. എനിക്ക് അദ്ദേഹത്തൊരു ബഹുമാനമുണ്ട് ആ ഒരു കാര്യത്തിൽ. ആദ്യത്തെ ഡബ്ബിങ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് യാതൊരു അനുഭവം ഇല്ലാത്തൊരു കാര്യമാണല്ലോ. കാര്യം നമ്മൾ സ്റ്റേജിൽ അഭിനയിക്കുന്നത് പോലല്ല, സിനിമ രണ്ടാണ്. ശരീരഭാഷ ആദ്യം കൊടുക്കുക, അത് കഴിഞ്ഞ് നമ്മുടെ ശബ്ദഭാഷ കൊടുക്കുക എന്ന് പറയുന്നൊരു രണ്ട് ടെക്നിക്കൽ ടേംസ് ഉള്ളത്. അതുകൊണ്ട് അതിൻ്റെ ഒരു ആദ്യം ഒരു അങ്കലാപ്പൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇവരെല്ലാവരും കൂടെ കൂടിച്ചേർന്നിരുന്ന് സഹായിച്ചു തന്നപ്പോൾ അത് ഈസി ആയിട്ട് ചെയ്യാൻ സാധിച്ചു. എൻ്റെ ആദ്യത്തെ ഒരു ഷോർട്ട് ഫിലിമായിരുന്നു, എൻ്റെ ഒരു ക്യാമ്പസ് ഫിലിമായിരുന്നു, ഒബ്ലോമോ എന്ന് പറഞ്ഞ്. ആ സിനിമയുടെ അന്ന് മനോരമ ഫിലിം ഫെസ്റ്റിവലിൽ ആ സിനിമ പ്രദർശിക്കുമ്പോൾ ഞങ്ങൾക്ക് 1ാം സമ്മാനം കിട്ടിയിരുന്നു. അത് ഞാൻ കോട്ടയം CMS കോളേജിൽ നിന്നാണ് ആ സിനിമ ചെയ്തത്. അപ്പോൾ അന്ന് ആ സിനിമ കണ്ടിട്ടാണ് സത്യേട്ടൻ എന്നെക്കുറിച്ച് കൃത്യമായിട്ട് തിരക്കുന്നത്. അപ്പോഴാണ് ഇങ്ങനെ സ്കൂൾ ഓഫ് ഡ്രാമയിലാണെന്നും, പിന്നെ വളരെ യാദൃച്ഛികമായിട്ട് ഒരു ദിവസം വഴി വെച്ച് കണ്ടപ്പോഴത്തേക്ക് സത്യേട്ടൻ ഭയങ്കരമായി നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്ത് സംസാരിച്ചിരുന്നു. പിന്നെ ഈ സ്കൂൾ ഓഫ് ഡ്രാമയൊക്കെ ആയതുകൊണ്ട് നമ്മൾ സിനിമ രംഗം ഇനി കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളൊരു പ്രശ്നമുള്ളതുകൊണ്ട്, നമുക്ക് ആ മീഡിയത്തെക്കുറിച്ച് അജ്ഞതയുള്ളതുകൊണ്ടും ആയിരിക്കും അദ്ദേഹം ചോദിക്കാഞ്ഞത്, ഒരു വേഷം ചെയ്യുന്നു എന്ന് ചോദിക്കാഞ്ഞത്. പിന്നെ ഞാനങ്ങോട്ട് വിളിച്ചപ്പോഴത്തേക്കാണ് എനിക്കൊരു വേഷം അദ്ദേഹം തന്ന് ഇങ്ങനെ നല്ല രസകരമായിട്ട് തന്നെ ചെയ്യുന്നൊരു ഒരാളാണ്. എനിക്ക് ഏറ്റവും ഇപ്പം മുഴുനീള ഒരു ആദിമധ്യാന്ത പൊരുത്തമുള്ള ഒരു കഥാപാത്രം ഞാൻ ചെയ്തതെന്ന് പറഞ്ഞാൽ ഈ മലബാർ വെഡ്ഡിങ് എന്ന് പറയുന്നൊരു സിനിമയിലാണ്. ബാക്കിയുള്ള സിനിമകളിലൊക്കെ ഞാനൊരു 45ഓളം സിനിമകളിൽ സുഹൃത്തായിട്ട് തന്നെ അഭിനയിച്ചിട്ടുണ്ട്. അപ്പം പിന്നെ അതുകൂടാതെ ഈ ഇൻഡിവിജ്വൽ ക്യാരക്ടേഴ്സ് പലതും എന്താ പറയുക, പിന്നെ ഞാൻ എപ്പോഴോ ഒരു സമയത്ത് നമ്മൾ കോമഡി എന്ന് പറയുന്നൊരു ഏരിയയിലേക്ക് നമ്മൾ പതുക്കെ വഴിമാറിപ്പോയിരുന്നു. രസതന്ത്രവും ക്ലാസ്മേറ്റ്സൊക്കെ വന്നപ്പോഴത്തേക്ക് നമ്മളിങ്ങനെ ബ്ലാക്കിൻ്റെ ഒരു നെഗറ്റീവ് ഇതിൽ നിന്ന് പെട്ടെന്ന് കോമഡിയിലേക്ക് മാറിയിരുന്നു. പക്ഷെ അത് കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ എന്താ പറയുക, പിന്നെ നമ്മൾ ഒന്ന് ശ്രദ്ധിക്കായും നമ്മുടെ ഒരു ശ്രദ്ധയില്ലായ്മ കൊണ്ട് തന്നെ വന്ന വേഷങ്ങളെല്ലാം കയറി ചെയ്തതിൻ്റെ ഒരു പ്രശ്നത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരേ ടൈപ്പായ കുറേ വേഷങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ വളരെ കുറച്ച് റിസർവ് ചെയ്തിട്ടാണ് നല്ല വേഷങ്ങളും നല്ല ഒരു സെറ്റപ്പും ഒക്കെ നോക്കിയിട്ടാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്.